മദീനയിലാണ്. അബൂരിയാസ് എന്ന് പറയുന്ന ഒരു ദരിദ്രൻ. എന്നും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കും. എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയാൽ അത് ഭാര്യയോടുകൂടെ പങ്കുവച്ച് കഴിക്കുകയും ചെയ്യും. ഒരു ദിവസം അബൂരിയാസിന് ഒരു പണക്കിഴി കിട്ടുകയാണ്. വീണ് കിട്ടിയതാണ്. നോക്കുമ്പോൾ 1000 ദീനാർ ഉണ്ട് അതിൽ. ജീവിതത്തിൽ ആദ്യമായി കിട്ടുകയാണ് ഇത്രയും വലിയ സംഖ്യ. ഉടനെ തന്നെ ഭാര്യയുടെ അടുക്കൽ അതുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മുതലല്ല, ഇതിന്റെ അവകാശി വന്നാൽ എനിക്കിത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് നാളെ ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഈ നഷ്ടപ്പെട്ട പണവും അന്വേഷിച്ച് ആരെങ്കിലും വരും എന്ന് കരുതി അദ്ദേഹം മദീന തെരുവുകളിലൂടെ ഇങ്ങനെ കാതോർത്ത് നടക്കുകയാണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഖുറാസാക്കാരൻ അവിടെ തന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് അബൂരിയാസ് കേൾക്കുകയാണ്. പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലോ? ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയാതെ അബൂരിയാസ് വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും തെരുവിലേക്ക് പോവുകയാണ്. ഖുറാസക്കാരൻ അന്നും അവിടെ നിന്ന് കണ്ട ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൈസ വീണ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അബൂരിയാസ് അടുത്തേക്ക് പോയി പറയുകയാണ്, സഹോദര, ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ മുഴുവൻ കൊടും ദാരിദ്ര്യത്തിലാണ്. കിട്ടിയ ആൾക്ക് ഒരു 100 ദീനാർ അതിൽ നിന്നും പാരിതോഷികമായി നൽകാം എന്ന ഒരു വാഗ്ദാനം താങ്കൾക്ക് നൽകിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കതിന് കഴിയില്ല. നിരാശനായ അബൂരിയാസ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത ദിവസം ഖുറാസക്കാരൻ തന്റെ പരാതി ആളുകളോട് ബോധിപ്പിക്കുന്നത് വീണ്ടും അബൂരിയാസ് കാണുകയാണ്. അദ്ദേഹത്തെ സമീപിച്ച് വീണ്ടും അബൂരിയാസ് ചോദിക്കുന്നു, അതിൽ നിന്നും ഒരു 50 ദീനാറെങ്കിലും കൊടുത്തുകൂടെ കിട്ടിയ ആൾക്ക്? ഇല്ല, എനിക്കത് പറ്റില്ല. അവസാനം ഒരു 10 ദീനാറെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഖുറാസക്കാരന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരുന്നു. അവസാനം ഖുറാസക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് അബൂരിയാസ് പറയുകയാണ്, എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? പോകാം എന്ന് സമ്മതിച്ചു. വീടിന്റെ മുറ്റത്തെത്തി. അദ്ദേഹത്തോട് ഭാര്യ ഉള്ളിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, ആളെ കണ്ടെത്തിയോ? അതെ, കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഖുറാസക്കാരനെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പണക്കിഴി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അബൂരിയാസ് പറഞ്ഞു, താങ്കളുടെ പണം കിട്ടിയത് എനിക്കാണ്. ദിവസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും മക്കളും വല്ലതും വയറ് നിറച്ച് കഴിച്ചിട്ട്. എങ്കിലും ഈ പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു 10 ദീനാറെങ്കിലും കൊടുത്തുകൂടെ എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. ഖുറാസക്കാരന്റെ കണ്ണ് നിറയുകയാണ്. പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എനിക്ക് 3000 ദീനാർ നൽകിയിരുന്നു. അതിൽ നിന്നും 1000 ദീനാർ മദീനയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി നൽകണം എന്ന് പറഞ്ഞിരുന്നു. ആ പണമാണ് ഇത്. ഇത് മുഴുവനും അബൂരിയാസെ താങ്കൾ എടുത്തുകൊള്ളൂ. മാഷാ അല്ലാഹ്.